Hello my dear students, welcome to our new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൽജിബ്ര ആൻഡ് ഐഡന്റിറ്റിയിലെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ കുറച്ച് എക്സസൈസ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. സിംപ്ലിഫിക്കേഷൻ ആണ്. മുന്നേയൊക്കെ നമ്മൾ ചെയ്തത് ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ്, പ്രൊഡക്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഇവിടെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. സോ ആ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ വാല്യൂസ് തന്നിട്ടുണ്ട്. ഓക്കെ, വാല്യൂസ് എക്സ് ഇസ് ഈക്വൽ ടു 3 ആണ് ഫസ്റ്റ് കേസ് വരുന്നത്. എക്സിന് നമ്മൾ 3 കൊടുത്തുകൊണ്ട് സിംപ്ലിഫൈ ചെയ്യാം. ദെൻ നെക്സ്റ്റ് കേസിൽ വരുന്നത് എക്സ് ഈക്വൽ ടു 1/2. എക്സിന് നമ്മൾ 1/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്ത് വാല്യൂ എടുക്കാം. ഓക്കെ, മുന്നേ നമ്മൾ വാരിയബിൾസിന് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ചൊരു വെറൈറ്റി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യാന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എന്തായാലും വാരിയബിൾസിന് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നത് സിംപ്ലിഫിക്കേഷനിൽ 3x into 4x minus 5 then plus 3. സോ ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ഒരു മോണോമിയൽ ഉണ്ട്, ദെൻ ഈ ബ്രാക്കറ്റ്സിൽ ബൈനോമിയൽ ആണ്, 2 ടേംസ് വരുന്നുണ്ട്. ആദ്യം നമുക്ക് അതിനെ ഒന്ന് സോൾവ് ചെയ്തെടുക്കാം. ദെൻ ഫൈനലി നമുക്ക് എന്ത് ചെയ്യാം, എക്സിന് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. 3x into 4x, 3x into 4x എത്രയാണ്, 12x സ്ക്വയർ ആണ്, 12x സ്ക്വയർ. ദെൻ മൈനസ് 3x into 5 is 15x ആണ്, 15x. ദെൻ നമുക്ക് ഇവിടെ ഒരു 3 ഉണ്ട്, അപ്പോൾ ആ 3 അവിടെ കൊടുക്കാം. ഓക്കെ, ദെൻ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം വാല്യൂ. ഓക്കെ, സോ അപ്പോൾ ഇവിടെ ഫസ്റ്റ് കണ്ടീഷൻ x is equal to 3 ആണ്. അപ്പോൾ എക്സിന് 3 കൊടുക്കുമ്പം ഇവിടെ 12 into 3 സ്ക്വയർ മൈനസ് 15 into 3 ദെൻ പ്ലസ് 3. ഇങ്ങനെയാണ് ഫസ്റ്റ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 12 into 9 സ്ക്വയർ, 3 സ്ക്വയർ ഇസ് 9, 9 സ്ക്വയർ അല്ല 3 സ്ക്വയർ ഇസ് 9. ദെൻ നെക്സ്റ്റ് മൈനസ് 15 into 3 ചെയ്യുമ്പം 5, ദെൻ 1 4, 45 വരും അല്ലേ. 15 into 3 ചെയ്യാം, അപ്പം 45 വന്നു. ദെൻ പ്ലസ് 3 വരും. ഇനി നമ്മൾ 12 into 9 ചെയ്യണം. അപ്പോൾ 12 into 9 ചെയ്യുമ്പം 108 വരും. അപ്പോൾ 108 മൈനസ് 45 പ്ലസ് 3 എന്ന് വരും. 108ഉം 45ഉം ഫസ്റ്റ് മൈനസ് ചെയ്യാം. സോ ഓക്കെ, അപ്പം നമ്മൾ ചെയ്യുമ്പോൾ മൈനസ് ചെയ്യുമ്പം 8, ദെൻ 5 മൈനസ് ചെയ്യുമ്പോൾ 3 വരും. ദെൻ ഇവിടെ 10 മൈനസ് 4 ആണ്, സോ 6 വരും. 63 ആണ് വരുന്നത്. ആ 63യുടെ കൂടെ ഒരു 3യും കൂടെ ഉണ്ട് ആഡ് ചെയ്യാൻ. അപ്പോൾ ഇത് 66 ആയിട്ട് മാറി. അപ്പം നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ തന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇസ് 66 ആണ്. ക്വസ്റ്റ്യൻ എന്തായിരുന്നു, 3x into 4x minus 5 plus 3 ആയിരുന്നു. ഓക്കെ, സോ ഇനി നമ്മൾ ഇവിടുന്ന് ഇതാണ് നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യനെ ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് വെച്ചത്. അവിടെ നിന്നാണ് നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ നമ്മൾ എക്സിന് 3 കൊടുത്തു. ഇനി എക്സിന് എന്ത് ചെയ്യണം, 1/2ഉം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഞാൻ റൗണ്ട് ചെയ്ത് വെച്ച ആ ഒരു എക്സ്പ്രഷനിൽ നമ്മൾ എക്സിന് 1/2ഉം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അത് ചെയ്യാം. x സ്ക്വയർ മൈനസ് 15x പ്ലസ് 3 ആണ്. അവിടെ 1/2 ആണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. അപ്പോൾ നമുക്ക് 1/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/2. സോ 12 into 1/2 സ്ക്വയർ മൈനസ് 15 into 1/2 ദെൻ പ്ലസ് 3. ഓക്കെ, ഇങ്ങനെയാണ് വന്നത്. അപ്പോൾ ഇനി നമുക്ക് 12 into 1 square is 1, 2 square is 4, that is 1/4. Then minus 15 into 1 is 15/2, then plus 3. Okay, then ഇനി നമുക്ക് ഇവിടെ ക്യാൻസലിംഗ് ചെയ്യാം. 4 and 12, 4ൽ 12 3 ടൈംസ് ആണ്. അപ്പോൾ 3 മൈനസ് 15/2 പ്ലസ് 3 എന്ന് വരും. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 3 പ്ലസ് 3 ഉണ്ട് അല്ലേ. 3യും 3യും കൂടെ ആഡ് ചെയ്യുമ്പം അത് 6 ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ 6 മൈനസ് 15/12 ആണ്. ഒരാൾ ഫ്രാക്ഷൻ ആകുമ്പോൾ നമ്മൾ മറ്റേ ആളെയും കൂടെ ഒന്ന് ഫ്രാക്ഷനിൽ കൊടുക്കുക. എന്നിട്ട് ഡിനോമിനേറ്റേഴ്സ് ചെക്ക് ചെയ്യുക. സോ ഹിയർ ഡിനോമിനേറ്റേഴ്സ് ആർ ഡിഫറെൻറ്റ്. ഡിനോമിനേറ്റേഴ്സ് ഡിഫറെൻ്റ് ആയി വന്നാൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണം, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അപ്പോൾ 6 into 2 എന്താണ്, 12 മൈനസ് 15
15 into 1 15/2 വരും. So the answer -3/2 വരും. Answer is -3/2 is the final answer. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്തതെന്ന് മനസ്സിലായല്ലോ. രണ്ടിലും ഡിഫറെൻറ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ ഉള്ളൂ. ബാക്കി മെത്തേഡ്സ് ഒക്കെ സെയിം ആണ്. വാല്യൂസ് വരുന്ന സമയത്ത് അവിടെ രണ്ടും ഡിഫറെൻറ്റ് വാല്യൂസ് ആയതുകൊണ്ട് നമുക്ക് ഫൈനൽ ആൻസറിലും ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഗെയിൻ സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്, സിംപ്ലിഫിക്കേഷൻ തന്നെയാണ്. ഇവിടെ നമ്മളോട് സിംപ്ലിഫൈ ചെയ്യാൻ പറഞ്ഞത് a into a square plus a plus 1 then plus 5 and find its value a equal to 0, a equal to 1 and a equal to -1. ഇവിടെ 3 കേസസ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എക്ക് 0 കൊടുക്കണം, 1 കൊടുക്കണം, then -1 കൊടുക്കണം. അങ്ങനെ 3 കേസസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുണ്ട്. ആദ്യം നമുക്ക് തന്ന ക്വസ്റ്റ്യനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കാം. സോ ആദ്യം നമുക്ക് ആ ക്വസ്റ്റ്യൻ എഴുതാം. ദാറ്റ് ഈസ് a into a square plus a plus 1 then plus 5. So first ഇവിടെ നമുക്ക് ഈ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം, അതായത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. a into a square is a cube then plus a into a square plus a into 1 is a. Okay, ഇവിടെ a into a square a cube, a into a square, a into 1 is a ആണ്. Okay, then plus 5. So this is the ഫൈനൽ വൺ. ഓക്കെ, എവിടെയാണ് ഫൈനൽ സ്റ്റെപ്പ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യാം, വാല്യൂസ് ഓരോന്നായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് a equal to 0 ആണ്. അപ്പോൾ എക്ക് 0 ആണ് നമ്മൾ ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 0 ക്യൂബ് പ്ലസ് 0 സ്ക്വയർ പ്ലസ് 0 പ്ലസ് 5. ഇവിടെ എന്തായാലും ഇതിൻ്റെയൊക്കെ 0ൻ്റെ ഏത് സ്ക്വയറും ക്യൂബൊക്കെ എടുത്താൽ 0 ആയിരിക്കാം. ഇവിടെ എല്ലാ ടേംസും 0 വരും. ദെൻ ഫൈനലി ഒരു 5 മാത്രമേ അവിടെ ഉള്ളൂ. അപ്പം ആൻസർ ഇസ് 5 വന്നു ആൻസർ. ദെൻ നെക്സ്റ്റ് ഇസ് a equal to 1. a is equal to 1. That is 1 cube plus 1 square plus 1 then plus 5. 1 cube is 1. 1ൻ്റെ ക്യൂബ് 1ൻ്റെ സ്ക്വയർ ഒക്കെ എടുത്ത ആൻസർ 1 ആണ്. അപ്പോൾ അതുകൊണ്ട് 1 plus 1 plus 1 plus 5 ആണ്. So 1 plus 1 plus 1 is 3 and 3 plus 5 is 8. So the answer is 8. ഇവിടെ ആൻസർ 8 ആണ് വന്നത്. ഇനി നെക്സ്റ്റ് എക്ക് -1 കൊടുക്കണം. a equal to -1. That is -1 cube plus -1 square then plus next a is -1. So -1 then next is plus 5. So ini -1ന്റെ സ്ക്വയർ ക്യൂബ് ഒക്കെയാണ്. So -1 cube means minus into minus is plus, again plus into minus is minus. അപ്പോൾ -1 വരും. -1 then next -1 square is plus 1 ആണ്. അപ്പോൾ plus 1 then -1 plus 5 ആണ്. ഓക്കെ, ഇവിടെ ഈ ഒരു നമ്മുടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സിമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നോക്കിയിട്ട് വേണം സോൾവ് ചെയ്യാനായിട്ട്. അപ്പോൾ -1 plus 1 is 0. അത് 0 ആയിപ്പോയി. -1ഉം +1ഉം 0. ദെൻ ഇനി 0 minus 1 is -1 ആണ്. -1 plus 5. -1 plus 5 ആൻസർ is അവിടെ ആഡ് ആണ്, ബട്ട് ബോത്ത് ആർ ഡിഫറെൻറ്റ് സൈൻ. അപ്പം മൈനസ് ചെയ്തിട്ട് ഗ്രേറ്റർ നമ്പറിൻ്റെ സൈൻ കൊടുക്കണം. സോ ദി ആൻസർ ഇസ് 4. ഇവിടെ ആൻസർ വരുന്നത് 4 ആണ്. -1 plus 5 ആൻസർ ഇസ് 4. സോ ഇവിടെ 4 ആണ് ആൻസർ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്തതെന്ന് മനസ്സിലായല്ലോ. നമുക്ക് തന്ന ക്വസ്റ്റ്യൻ ആദ്യം നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യുക. ദെൻ ആഫ്റ്റർ ദാറ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സോൾവ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആഡ് ചെയ്യാനാണ്. ഇവിടെ ആഡ് p into p minus q then q into q minus r then r into r minus p. അപ്പോൾ ഇവിടെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇവിടെ മോണോമിയൽ ആൻഡ് ബൈനോമിയൽസ് ഉണ്ട് അല്ലേ. ഇൻസൈഡ് ദി ബ്രാക്കറ്റ് അത് ബൈനോമിയൽ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം മോണോമിയൽ ബൈനോമിയലിന്റെ പ്രൊഡക്റ്റ് എടുക്കണം, എന്നിട്ട് വേണം ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യുമ്പം p into p minus q എന്ന് പറയുന്നത് ദാറ്റ് ഇസ് p into p is p square minus p cube ആണ്. p square minus p cube. Then next one is q into q minus r.
that is q into q is q square minus qr. That is the second one. Any third one is r into r minus p. That is equal to r into r square minus rp. So these are the three numbers, അല്ലെങ്കിൽ 3 terms, 3 expressions. അങ്ങനെ പറയാം നമുക്ക് 3 expressions. Numbers അല്ല, expressions ആണ്. Then ഇനി ഈ expressionsനെ നമ്മൾ ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉണ്ട്. ലൈക്ക് ടേംസ് മാത്രമേ അവിടെ അഡിഷൻ പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ ടേംസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇവിടെ അങ്ങനെ ലൈക്ക് ടേംസ് ആയിട്ട് വരുന്നില്ല അല്ലേ. പി സ്ക്വയർ ക്യൂ സ്ക്വയർ ആർ സ്ക്വയർ മൂന്ന് പേരും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ദെൻ നെക്സ്റ്റ് പി ക്യൂ ക്യു ആർ ആൻഡ് ആർ പി അവിടെയും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്, സെയിം ആയിട്ട് വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവരെ ജസ്റ്റ് അഡീഷൻ സിമ്പിൾ കൊടുത്ത് എഴുതിയാൽ മതി. പി സ്ക്വയർ മൈനസ് പി ക്യൂ പ്ലസ് അടുത്തത് ക്യൂ സ്ക്വയർ മൈനസ് ക്യു ആർ പ്ലസ് then next r square minus rp. So this is the final answer. ഇവിടെ നമുക്ക് direct addition possible അല്ല. What is the reason? All are unlike terms. അല്ലേ, like terms വരുന്നില്ല, എല്ലാം unlike terms ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. This is the final answer. Okay. Then ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഗെയിൻ ആഡ് ചെയ്യാനാണ്. അപ്പോൾ ആദ്യം നമുക്ക് അവിടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, എന്നിട്ട് മാത്രമേ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 2x into z minus x minus y. This is the first term. അല്ലെ, ഫസ്റ്റ് എക്സ്പ്രഷൻ, നോട്ട് ഫസ്റ്റ് ടേം, ഫസ്റ്റ് എക്സ്പ്രഷൻ ഇസ് ദിസ്. സോ അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം, നമ്മൾ ഇതിനൊന്ന് മൾട്ടിപ്ലൈ ചെയ്തെടുക്കണം. ഇവിടെ മോണോമിയൽ ആൻഡ് ട്രൈനോമിയൽ ആണ്. അപ്പോൾ നമുക്ക് ആ ബ്രാക്കറ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം. ദാറ്റ് ഈസ് 2xz മൈനസ് 2x സ്ക്വയർ ആൻഡ് 2xy. നമ്മൾ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്തു. മൾട്ടിപ്ലൈ ചെയ്തപ്പോഴും അവിടെ എല്ലാം വന്നിട്ടുള്ളത് ലൈക്ക് അല്ല, അൺലൈക്ക് ടേംസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് വൺ കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് 2y ഇൻറ്റു z മൈനസ് y മൈനസ് എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2y ഇൻറ്റു z is 2yz. Then minus 2y into y 2y square minus 2y into x is 2yx. ഓക്കെ, ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമ്മളോട് ആഡ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക, ലൈക്ക് ടേംസ് ആൻഡ് അൺലൈക്ക് ടേംസ് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ആഡ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ഇത് ഒരുമിച്ച് പ്ലസ് എന്ന് പറയുന്ന സിമ്പിൾ കൊടുത്ത് എഴുതിയാൽ മതി. പക്ഷെ ഇവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് എക്സ് സെഡ് ഉണ്ട്, ബട്ട് എക്സ് സെഡ് വേറെ ഇല്ല. ദെൻ എക്സ് സ്ക്വയർ ആണ്, അവിടെയും ടേംസ് ഇല്ല. ബട്ട് ഇവിടെ രണ്ടും ലൈക്ക് ടേംസ് വരുന്നുണ്ട്, കാണുന്നുണ്ടോ? ഈ രണ്ട് ടേംസും ലൈക്ക് ടേംസ് ആണ്, വൈയും സെഡ്. അപ്പോൾ അവിടെ മാത്രം നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ബാക്കിയുള്ള ടേംസിന് നമുക്ക് ഒരുമിച്ച് എഴുതാം. അപ്പോൾ നമ്മൾ എഴുതുന്ന സമയത്ത് 2xz ദെൻ മൈനസ് 2x സ്ക്വയർ, ദെൻ പിന്നെ ഈ ടേം വരുന്നത് പ്ലസ് 2yz ദെൻ മൈനസ് 2y സ്ക്വയർ. ദെൻ ഇനി ഇത് നമുക്ക് ആഡ് ചെയ്യാം, അതായത് മൈനസ് 2xy ദെൻ പ്ലസ് മൈനസ് 2xy എന്ന് പറയുമ്പോൾ -2 അതെന്തായിട്ട് മാറും? -2 ഇസ് -4 ആണ്. അപ്പം -4 എന്ത് വരും? xy എന്ന് വരും, -4xy. അപ്പൊ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇനി വേറെ ഏതെങ്കിലും റിപ്പീറ്റഡ് ടേംസ്, അതായത് ലൈക്ക് ടേംസ് വരുന്നുണ്ടോ? ഇല്ല. ഇതാണ് ഫൈനൽ ആൻസർ. അപ്പൊ നമുക്ക് ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും നോ പ്രോബ്ലം. നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് എക്സ് സ്ക്വയർ പോസിറ്റീവ്സ് ഒക്കെ എഴുതാം, പിന്നെ നെഗറ്റീവ് എഴുതാം, എങ്ങനെ വേണമെങ്കിലും അറേഞ്ച് ചെയ്ത് എഴുതാം. സോ ദിസ് ഈസ് ദി ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ആഡ് ഒക്കെ വരുന്ന ക്വസ്റ്റ്യനിൽ നിങ്ങൾ ചെക്ക് ചെയ്യണം അവിടെ ലൈക്ക് ടേംസ് ആൻഡ് അൺലൈക്ക് ടേംസ്. ഓക്കെ, ഒരിക്കലും അൺലൈക്ക് ടേംസിൽ നമുക്ക് അഡിഷൻ പോസിബിൾ അല്ല, ലൈക്ക് ടേംസിൽ മാത്രമേ അഡിഷൻ പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പൊ അത് ചെക്ക് ചെയ്തിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ നമ്മൾ അങ്ങനെ ലൈക്ക് ടേംസ് അൺലൈക്ക് ടേംസ് ഒന്നും നോക്കില്ല. നമ്മൾ മോണോമിയൽ, ബൈനോമിയൽ, ട്രൈനോമിയൽസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യും, എന്നിട്ട് നോർമൽ ചെയ്യുന്ന പോലെ അഡിഷൻ ചെയ്യും. പക്ഷേ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ മാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ വാരിയബിൾസിന് പവേഴ്സ് വരുമ്പം നമ്മൾ ആ പവേഴ്സിന് നമ്മൾ ആഡ് ആണ് ചെയ്യേണ്ടത്, മൾട്ടിപ്ലൈ അല്ല ചെയ്യേണ്ടത്. ഓക്കെ, അത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ക്ലിയർ? അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് സബ്ട്രാക്ട്. നമ്മളോട് മൈനസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പം മൈനസ് ചെയ്യാൻ പറയുമ്പോഴും നമ്മൾ ഫസ്റ്റ് അവിടെ എന്ത് ചെയ്യണം? ഇവിടെ മോണോമിയൽ ആൻഡ് ട്രൈനോമിയൽ മൾട്ടിപ്ലിക്കേഷൻ ഫസ്റ്റ് വരുന്നുണ്ട് അല്ലേ? രണ്ട് ടേംസിലാണെങ്കിലും മോണോമിയൽ, ട്രൈനോമിയൽ. ദെൻ ഹിയർ ഈസ് ഓൾസോ മോണോമിയൽ ആൻഡ് ട്രൈനോമിയൽ. അപ്പം നമ്മൾ ആദ്യം ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, എന്നിട്ട് മാത്രമാണ് സബ്ട്രാക്ഷൻ ചെയ്യേണ്ടത്. അപ്പോൾ സബ്ട്രാക്ഷൻ ചെയ്യുന്ന സമയത്തും അവിടെ
ലൈക്ക് ടേംസ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് ടേംസ് അല്ലാത്ത കേസസിൽ നമുക്ക് പറ്റത്തില്ല ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഓക്കെ, 3l into l minus 4m plus 5n. സോ ഇതിലാണ് നമ്മൾ ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്. 3l into l is 3l square. 3l square. Then minus 3 into 4 is 12lm. Then plus 5 into 3 15. 15ln. ln. Okay. Then next one is 4l into 10n minus 3m. Then plus 2l. Then next 4l into 10n is 40 ln minus 4 into 3 12 lm. Then plus 4 into 2 is 8 l square. Then ഇപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ടേംസ് കിട്ടിയത്. ഇനി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ ലൈക്ക് ടേംസ് വരുന്നുണ്ട് അല്ലേ. എൽ സ്ക്വയർ, ഇവിടെ എൽ സ്ക്വയർ വരുന്നുണ്ട്. ദെൻ 12lm, ഇവിടെ 12lm. 15ln, ദെൻ ഇവിടെയും ln വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ലൈക്ക് ടേംസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇനി സബ്ട്രാക്ഷൻ ചെയ്യാം. അപ്പോൾ സബ്ട്രാക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് സെഷനിൽ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് സബ്ട്രാക്ഷൻ ചെയ്യേണ്ടത്. നമ്മൾ ആദ്യത്തെ എക്സ്പ്രഷൻ എഴുതും, ദെൻ അതിന്റെ തൊട്ട് താഴെ അടുത്ത ആൾ എഴുതും. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ നോക്കണം, ഫ്രം എന്ന് കൊടുത്തത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു ടേമിനെ ഫ്രം ഇതിൽ നിന്നാണ് പറയുന്നത്. അപ്പോൾ അതിന്റെ മീനിങ് എന്താണ്, ഈ സെക്കൻഡ് ആയിട്ടുള്ള എക്സ്പ്രഷന് നമ്മൾ ഫസ്റ്റ് എക്സ്പ്രഷനെ മൈനസ് ചെയ്യുക, അതാണ് മീനിങ്. ഓക്കെ, അപ്പോൾ സബ്ട്രാക്ഷന്റെ കേസിൽ ഈ ഫ്രം എന്ന് പറഞ്ഞ് എഴുതിയത് കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്യണം. അല്ലാതെ ഇവിടെ പോയിട്ട് ഫസ്റ്റ് എക്സ്പ്രഷൻ മൈനസ് സെക്കൻഡ് വൺ ചെയ്യരുത്. ഫ്രം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഫ്രം എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ഫസ്റ്റ് വണ്ണിനെ ചെയ്യണം. ഓക്കെ, സോ അപ്പോൾ നമുക്കിനി ഈ സെക്കൻഡ് വൺ ആദ്യം എഴുതാം, എന്നിട്ട് അതിന്റെ താഴെ ഫസ്റ്റ് എക്സ്പ്രഷൻ എഴുതി കൊടുക്കാം. സോ അതാണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. That is, for second expression is 40 ln minus 12 lm, then plus 8 l square. Then ഇനി ഫസ്റ്റ് എക്സ്പ്രഷൻ നോക്കാം, എന്നിട്ട് ലൈക്ക് ടേംസ് തൊട്ട് താഴെയായിട്ട് എഴുതി കൊടുക്കണേ. ഫസ്റ്റിൽ നോക്കുന്ന സമയത്ത് 3l സ്ക്വയർ, അപ്പൊ നമുക്കത് പ്ലസ് 3l സ്ക്വയർ ആണ്, അത് ഇവിടെ എഴുതി കൊടുക്കാം. പ്ലസ് 3l സ്ക്വയർ. ദെൻ മൈനസ് 12lm ആണ്, lm മൈനസ് 12lm. ദെൻ പ്ലസ് 15ln ആണ്, അപ്പൊ പ്ലസ് 15ln. ദെൻ ഇനി ഇവിടെ മൈനസ് ആണ് കേട്ടോ, അഡിഷൻ അല്ല, സബ്ട്രാക്ഷൻ ആണ്, അത് ഓർത്ത് വെക്കണം. അപ്പം 8 മൈനസ് 3 എന്ന് പറയുമ്പോൾ ഇറ്റ്സ് 5, അപ്പൊ 5l സ്ക്വയർ എന്ന് വരും. ഓക്കെ, പ്ലസ് ആണ് സിമ്പിൾ വരിക. ഓക്കെ, ദെൻ നെക്സ്റ്റ് മൈനസ് 12lm മൈനസ് 12lm ആണ്, അപ്പം മൈനസ് വരുമ്പോൾ അത് പ്ലസ് ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ ഇവിടെ വരുമ്പോൾ മൈനസ് 12lm പ്ലസ് ആയിട്ട് മാറും, മൈനസും പ്ലസ് ആയിട്ട് മാറും, 12lm. അപ്പൊ മൈനസ് വരുമ്പോൾ മൈനസ് ആൻഡ് പ്ലസ് ആയിട്ട് മാറി, മൈനസും പ്ലസും വന്ന ആൻസർ എന്താ, 0 ആണ്. സോ അപ്പൊ ഈ ഒരു ടേം 0 ആയിട്ട് പോയി. അപ്പൊ 0lm, 0ക്ക് പിന്നെ പ്ലസ് ആയാലും മൈനസ് ആയി കഴിഞ്ഞാലും നോ പ്രോബ്ലം അല്ലേ, പ്ലസ് കൊടുത്താലും കുഴപ്പമില്ല, മൈനസ് കൊടുത്താലും കുഴപ്പമില്ല. ഇനി നെക്സ്റ്റ് 40ln മൈനസ് 15ln ആണ്, അത് നമുക്ക് ഡയറക്റ്റ് മൈനസ് ചെയ്യാം. 40 മൈനസ് 15 ചെയ്യാം അല്ലേ. അപ്പോൾ 10 മൈനസ് 5 വരും, ദെൻ 3 മൈനസ് 1 2 വരും, 25 വരും. എന്നിട്ട് lm അങ്ങ് എഴുതി കൊടുത്താൽ മതി. സോ ദിസ് ഇസ് ദി ഫൈനൽ ആൻസർ. നമുക്ക് തന്ന രണ്ട് എക്സ്പ്രഷൻസിന്റെ സബ്ട്രാക്ട് ചെയ്തിട്ടുള്ള ഫൈനൽ ആൻസർ ആണ് 25ln പ്ലസ് 5l സ്ക്വയർ. കാരണം മിഡിൽ ടേം 0 ആണ്, അപ്പൊ നമ്മൾ ആൻസർ എഴുതുന്ന സമയത്ത് നമുക്ക് ആ ഒരു ടേമിനെ എഴുതേണ്ട ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് ഇങ്ങനെ എഴുതിയാൽ മതി. സോ ആൻസർ ഇസ് 5l സ്ക്വയർ പ്ലസ് 25ln. ടേം 0 ആയി പോയല്ലോ, അപ്പൊ 0 ഉള്ള ടേംസിന് ഇമ്പോർട്ടൻസ് ഇല്ല, പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അവിടെ 0 എഴുതി കൊടുക്കുക. ദെൻ ഫൈനലി ആൻസർ നോട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ടേം ക്യാൻസൽ ചെയ്ത് ഇത്ര മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ, എങ്ങനെയാണ് സബ്ട്രാക്ട് ചെയ്യുന്നതെന്ന്. ഇവിടെ നമ്മൾ ഫസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷമാണ് നമ്മുടെ സബ്ട്രാക്ഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഗെയിൻ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാൻ തന്നെയാണ്. എഗെയിൻ സബ്ട്രാക്ട് ചെയ്യാൻ തന്നെയാണ്. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഇത് നമ്മുടെ എക്സസൈസിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യനും കൂടെ കഴിയുമ്പോൾ നമ്മുടെ എക്സസൈസ് കംപ്ലീറ്റ് ആവും. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാനായിട്ട് 3 എക്സ്പ്രഷൻസ് വരുന്നുണ്ട് അല്ലേ.
3 എക്സ്പ്രഷൻസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് 2 എക്സ്പ്രഷൻസ് ആദ്യം ഇവിടെ മൈനസ് പറയുന്നുണ്ട്. ദെൻ ഫ്രം, ഈ ഒരു ലാസ്റ്റ് ഫ്രം സബ്ട്രാക്ഷൻ വരുമ്പോൾ ഫ്രം എന്ന് പറയുന്ന ആ ഒരു വേർഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നമ്മൾ ഈ ഒരു ടേമിൽ നിന്നാണ് മറ്റേ 2 ടേംസിനെ സബ്ട്രാക്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം ആ ഫസ്റ്റ് 2 ടേംസിനെ കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് 3 into a plus b plus c, then minus 2b into a minus b plus c. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഒന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തെടുക്കണം. ദാറ്റ് ഇസ് 3a into a is 3a square, then plus 3a into b is 3ab, then plus 3a into c is 3ac. Okay, then minus, പിന്നെ നമ്മൾ അടുത്തത് ചെയ്യാം. ദാറ്റ് ഇസ് 2b into a is 2ba, then minus and minus plus 2b square, then minus and plus again minus 2bc. ഓക്കെ, ഇങ്ങനെ വരും. ഇനി നമുക്ക് ഇവിടെ നിന്ന് നോക്കാം ലൈക്ക് ടേംസ് എന്തെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളത്. ഇവിടെ ലൈക്ക് ടേംസ് വരുന്നുണ്ടോ? ഇല്ല, എല്ലാം ഡിഫറെൻറ്റ് ടേംസ് ആണ് വരുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ടേം, ഇതാണ് നമ്മുടെ ഫസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നെക്സ്റ്റ് വരുന്നത് 4c. അപ്പം നമുക്ക് അതിനെയും കൂടെ ഓപ്പൺ ചെയ്തിട്ട് അതിൽ നിന്ന് വേണം ഈ ഒരാളെ നമ്മൾ മൈനസ് ചെയ്തെടുക്കാനായിട്ട്. അപ്പം നെക്സ്റ്റ് നമുക്ക് ഫ്രം അടുത്ത ടേം നോക്കാം. ദാറ്റ് ഈസ് 4c into minus a plus b plus c ആണ്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മൈനസ് c into minus a, 4c into minus a എന്ന് പറയുന്നത് minus 4ac, then next plus 4bc, then next plus 4c square. സോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് തന്ന എക്സ്പ്രഷൻ. സോ ഇതിൽ നിന്ന് വേണം നമ്മൾ സെക്കൻഡ് തന്ന എക്സ്പ്രഷനെ മൈനസ് ചെയ്തെടുക്കാനായിട്ട്. അപ്പം നമുക്കിവിടെ ലൈക്ക് ടേംസ് വരുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ സബ്ട്രാക്ഷൻ പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം. മൈനസ് 4ac, ac വരുന്ന ടേം ഉണ്ടല്ലോ. യെസ്, ഇതാണ് ടേം വരുന്നത് അല്ലെ, 3ac വരുന്നുണ്ട്. അപ്പം മൈനസ് 4ac നമുക്കത് ഇവിടെ നിന്ന് തന്നെ ചെയ്യാം. മൈനസ് 4ac ദെൻ മൈനസ് 3ac. സോ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? മൈനസ് 4ac മൈനസ് 3ac, രണ്ടും മൈനസ്. അപ്പം മൈനസ് ആഡ് ചെയ്യണം അല്ലെ. 4 plus 3 എത്രയാ? 7 ആണ്. 7ac എന്ന് വരും. മൈനസ് 7ac. ഓക്കെ, അപ്പം നമ്മൾ ഇത് രണ്ടുമാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് ആ 2 ടേംസ് നമുക്ക് ഷോർട്ട് ആയിട്ട് കിട്ടി. ഇനി നമുക്ക് അടുത്തത് bc എന്ന് പറഞ്ഞ ടേം ഉണ്ടോ? യെസ്, ദാ ഇവിടെ ഉണ്ട്. അപ്പം മൈനസ് 2b നമുക്ക് ചെയ്യാം. 4bc മൈനസ് മൈനസ് 2bc. അപ്പം മൈനസും മൈനസും എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. അപ്പം നമ്മൾ ഇവിടെ പ്ലസ് ആയി മാറി. പ്ലസ് എന്ന് പറയുമ്പോൾ പിന്നെ ഇനി ആഡ് ചെയ്താൽ മതി. 4ഉം 2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 6 വരും. 6bc ആയിട്ട് മാറി. ഇനി നെക്സ്റ്റ് c സ്ക്വയർ വരുന്നുണ്ടോ? ഇല്ല, 6 സ്ക്വയർ വരുന്നില്ല. ഓൺലി അവിടെ c സ്ക്വയർ മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് നമുക്ക് ഇനി എന്ത് ചെയ്താൽ മതി? എല്ലാ ടേംസും കൂടെ ഒരുമിച്ച് അങ്ങ് എഴുതി കൊടുത്താൽ മതി. കാരണം ഇതിൽ നിന്ന് നമ്മളോട് മറ്റേ ആളെ മൈനസ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പം മൈനസ് ചെയ്യാൻ ടേം ഉണ്ടെങ്കിലല്ലേ നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ആളുകളെ നമുക്ക് മൈനസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അപ്പം നമുക്ക് ഫസ്റ്റ് 3a സ്ക്വയർ ഒന്നും ഇല്ല. അപ്പം അതുകൊണ്ട് നമുക്ക് a സ്ക്വയറിന്റെ ടേമിന് ആദ്യം എഴുതി കൊടുക്കാം. അപ്പം മൈനസ് ചെയ്ത് കിട്ടുന്ന ആൻസർ ആണ് ഇനി എഴുതാൻ പോകുന്നത്. ദാറ്റ് ഈസ് 3a സ്ക്വയർ, ദെൻ നെക്സ്റ്റ് 3bc, പിന്നെ മൈനസ് 2ba, ദെൻ പ്ലസ് 2b സ്ക്വയർ, മൈനസ് 2bc. മൈനസ് 2bc നമ്മൾ ഓൾറെഡി ഇവിടെ ചെയ്തിട്ടുണ്ട്. (3a സ്ക്വയർ പ്ലസ് 3ab മൈനസ് 2ba എഴുതിയിട്ടുണ്ട്. പിന്നെ പ്ലസ് 2b സ്ക്വയർ എഴുതി. ദെൻ അതിനുശേഷം ഇനി നമുക്ക് മൈനസ് 7ac എഴുതാം. അതുപോലെ പ്ലസ് 6bc എഴുതാം. പിന്നെ നെക്സ്റ്റ് വരുന്നത് പ്ലസ് 4c സ്ക്വയർ. സോ ഇത്രയും ടേംസ് ആണ് വരുന്നത്. ഫൈനലി നമ്മൾ ആ വരുന്ന ടേംസ് ഒക്കെ അൺലൈക്ക് ടേംസ് ആണ് ഇനി ബാക്കി വരുന്നത്. ലൈക്ക് ടേംസിനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നതെല്ലാം അൺലൈക്ക് ടേംസ് ആയതുകൊണ്ട് അതിനെ ഒരുമിച്ച് അങ്ങ് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ ആൻസർ ആയി. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, അപ്പം ഈ ഒരു എക്സസൈസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് പുതിയൊരു സെഷൻ നോക്കാനുണ്ട്. അതിൽ വരുന്ന കുറച്ച് എക്സസൈസും കൂടെ ചെയ്യാനുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ചെയ്യും. അപ്പം സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഇവിടെ നമുക്ക് എക്സ്പ്രഷൻസ് ആണ് പഠിക്കാൻ, ആൽജിബ്രിക് എക്സ്പ്രഷൻസ് ആണ്. ആ ആൽജിബ്രിക് എക്സ്പ്രഷൻസിനെ ആഡ് ചെയ്യാൻ, സബ്ട്രാക്ട് ചെയ്യാൻ, മൾട്ടിപ്ലൈ ചെയ്യാനാണ് നമ്മളിവിടെ പഠിക്കുന്നത്. മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ ഡിഫറെൻറ്റ് ടൈപ്സിൽ വരുന്നുണ്ട്. മോണോമിയൽ മൾട്ടിപ്ലിക്കേഷൻ, ദെൻ മോണോമിയൽ ബൈനോമിയൽ മൾട്ടിപ്ലിക്കേഷൻ,
മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് മോണോമിയൽ ട്രൈനോമിയൽ മൾട്ടിപ്ലിക്കേഷൻ. സോ ഇത്രയാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു എക്സസൈസിൽ ഒരു സ്പെഷ്യൽ ടൈപ്പ് പ്രോബ്ലം കൂടെ ചെയ്തു, സിംപ്ലിഫിക്കേഷൻ ചെയ്യുന്ന ടൈപ്പ്. എന്നിട്ട് സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മൾ എക്സിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മെത്തേഡ്സും നോക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ഒരു ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് സെക്ഷൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.